ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾക്കായിട്ട് ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് ഇരിക്കുവാൻ സാധിക്കും. ദൈവം നമ്മോട് കൂടെയുണ്ട്. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മെ ഭയപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും നമുക്ക് ദുഃഖങ്ങൾ സമ്മാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു നിമിഷം ഒന്ന് മുകളിലോട്ട് നോക്കി നമ്മുടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ വീണ്ടെടുപ്പുകാരനും സൃഷ്ടാവുമായ ദൈവത്തെ ഒന്ന് നോക്കി അവിടുന്ന് കൽപ്പിച്ചു തന്നിട്ട് അനുഗ്രഹങ്ങളെ ഓർക്കുന്നത് എത്ര നല്ലതായിരിക്കും. അങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ നന്മകളെ ഓർത്ത് ധാരാളമായിട്ട് നന്ദി പറയാനായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. 71 സങ്കീർത്തനം ആരംഭിക്കുന്നത് വളരെ മനോഹരമായൊരു വരിയാണ്. ദൈവത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരനുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്ന് ശരിയായ ബോധ്യമാണ് അവിടെ പ്രസ്താവിക്കുന്നത്. എന്താണ് പറയുന്നത്? ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ഇത് നമുക്കെല്ലാവർക്കും പറയാൻ കഴിയുന്നൊരു കാര്യമാണല്ലേ. നമുക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ സാധിക്കും, ദൈവം എനിക്ക് നല്ലവനാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതിലേ പറയാനുള്ളൂ. ദൈവം എനിക്ക് നല്ലവനാണെന്ന് പറയാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടാവും? തീർച്ചയായിട്ടും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിശ്വാസികളോട് ചോദിച്ചാൽ അവർ പോലും പറയും ദൈവം നല്ലവനാണെന്ന് പറയും. സംഗീതക്കാരൻ എത്ര അധികമായിട്ട് ആ കാര്യം പറഞ്ഞു. സംഗീതക്കാരൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് ദൈവം നല്ലവനാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓർക്കാം, ദൈവം നല്ലവനാണ് എന്നുള്ള ചിന്ത നമുക്ക് ഓർത്തുകൊണ്ട് ഇനിയുള്ള സമയം നമുക്ക് ഇവിടെ ആയിരിക്കാം. തനിക്ക് ദൈവത്തിലുള്ള ശരിയായ വിശ്വാസത്തെ ഏറ്റു പറഞ്ഞു. നമുക്കും പറയാം ദൈവം എനിക്ക് നല്ലവനാണ്. ഇത് ഞങ്ങൾക്കെന്ന് പറയേണ്ട, ദൈവം എനിക്ക് നല്ലവനാണ് അല്ലേ, ദൈവം നമുക്ക് നല്ലവനാണ്. നമുക്ക് ആ കാര്യം ഏറ്റു പറയാം. ദൈവത്തിലുള്ള ശരിയായ ആശ്രയത്തെ, ദൈവത്തിലുള്ള വിശ്വാസത്തെയാണല്ലോ പറയുന്നത്. എന്നാൽ തൊട്ട് താഴെ പറയുമ്പോഴത്തേക്കും താൻ ആ വാക്കൊന്ന് മാറ്റി പറയാണ്. ആസാബ് തൻ്റെ കാല് വഴുതുന്നു, തനിക്ക് അസൂയ തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം. അപ്പോൾ അതിനർത്ഥം ദുഷ്ടന്മാരുടെ അവസാനത്തെക്കുറിച്ച് ആസാഫിന് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കാൻ ആവശ്യമുള്ള ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ആ ഒരു ചോദ്യം, ആർ യു ടേക്കിംഗ് ദറ്റ് ബ്രോഡ് റോഡ് ഓർ ദറ്റ് നാരോ റോഡ്, അതാണ് ചോദിക്കുന്നത്. അപ്പോൾ സംഗീതക്കാരൻ ദൈവത്തിൽ നോക്കി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്നാമതായിട്ട് മനസ്സിലാക്കുന്ന കാര്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നോട് കൂടെ തനിക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ എന്താണ്, ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കലിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കലിരിക്കുന്ന ആളെ സംബന്ധിച്ച് എന്താ പറയാൻ സാധിക്കുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുന്നല്ലേ. ദൈവത്തിൻ്റെ സാന്നിധ്യം തനിക്കുണ്ട് എന്നുള്ള കാര്യം സംഗീതക്കാരൻ ആദ്യമേ തന്നെ പറയുകയാണ്. അപ്പം നമുക്കറിയാം, ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പ് നമ്മുടെയൊക്കെ അടുക്കൽ വന്നിട്ട് ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ഗ്യാരണ്ടിയാണെന്ന് പറഞ്ഞു അല്ലേ. ഇതെൻ്റെ ഗ്യാരണ്ടിയാണ്. അവരെ പിന്നെ നമ്മൾ കാണുന്നുണ്ടോ? അങ്ങനെ ഗ്യാരണ്ടി എന്ന ആളുകളുടെ ഗ്യാരണ്ടി അവർ നിവർത്തിച്ചിട്ടുണ്ടോ? അവർക്ക് നിവർത്തിക്കാൻ സാധിക്കുമോ? ഇല്ല. എന്നാൽ അങ്ങനെയല്ല. ദൈവം ഒരു ഗ്യാരണ്ടി തന്നാൽ ദാറ്റ് ഈസ് ദ ഗ്യാരണ്ടി. അതാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ദൈവം പറയുന്ന വാക്കുകൾ ദൈവം നിവർത്തിക്കും. അതാണ്. അപ്പം നമുക്ക് ഓർക്കാം, മനുഷ്യർക്ക് പറയാൻ കഴിയുന്ന, നൽകുവാൻ കഴിയുന്ന ഗ്യാരണ്ടി അല്ല ഗ്യാരണ്ടി, ദൈവം തരുന്ന ഗ്യാരണ്ടിയാണ് ഗ്യാരണ്ടി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും, ദൈവം എന്നോട് കൂടെയുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാനുള്ളത്, ദൈവത്തിൻ്റെ ചാരയാണ്, ദൈവത്തിൻ്റെ അടുക്കലാണ് ഞാനുള്ളത് എന്നുള്ള ചിന്ത വളരെ ആശ്വാസം നൽകുന്ന ചിന്തയാണ്. അങ്ങനെയാണോ നമ്മളായിരിക്കുന്നത് എപ്പോഴും? സങ്കീർത്തനക്കാരനത് പറയാൻ സാധിച്ചു. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലാണോ ആയിരിക്കുന്നത്? ഒന്ന് ഓർക്കുന്നതല്ല, ദൈവത്തിൻ്റെ അടുക്കലായിരിക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കലിരിക്കുന്നു. ദൈവത്തിൻ്റെ അടുക്കലിരിക്കുന്നവർക്കാണ് ആ ദൈവത്തിൻ്റെ സാമീപ്യത്തിൻ്റെ, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ സൗകുമാര്യവും സുരക്ഷിതത്വവും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെ ആയിരിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ. നമ്മൾ ദൈവത്തിൽ ആശ്രയം വെച്ചിട്ടുള്ള ആളാണ്. അതൊരിക്കലും എന്നോ വെച്ച് പോകേണ്ട ഒരു കാര്യമല്ല. ഓരോ ദിവസവും നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കട്ടെ. ഓരോ ദിവസവും ഞാൻ ദൈവത്തിൻ്റെ അടുക്കലിരിക്കുന്നു പറയാനുള്ള പ്രാഗൽഭ്യം നമുക്ക് ലഭിക്കേണ്ടതിന് നമുക്ക് ദൈവമുമ്പാകെ നിൽക്കാം. അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഇമ്മാനുവൽ എന്നാണല്ലോ. നമുക്കറിയാം, ഇമ്മാനുവൽ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, ദൈവം നമ്മോട് കൂടെ. ആ വാക്ക് വെറുതെ ഉള്ള വിശേഷണമല്ല, ദൈവം നമ്മുടെ കൂടെയുണ്ട്. മാത്രമല്ല, പിന്നെ സങ്കീർത്തനം 21 വായിക്കുമ്പോൾ ആ ദൈവം നമ്മളെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നത് നമ്മൾ എത്രയോ ആസ്വാദ്യകരമായിട്ട് അനുഭവിച്ചറിയുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കരം പിടിച്ച് നടത്തുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന സുരക്ഷിതത്വം എത്രയായിരിക്കും. അവർക്ക് പിന്നെ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമുക്ക് ഭയപ്പെടാൻ ആവശ്യമില്ല, നമ്മുടെ കരങ്ങളിലെ കുഞ്ഞുങ്ങളുള്ളതെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് കരം പിടിച്ച് നടത്തുന്ന പിതാവിൻ്റെ സുരക്ഷിതത്വ സംരക്ഷണത്തിൽ കഴിയുന്ന കുഞ്ഞിൻ്റെ ഒരു സുരക്ഷിതത്വവും സംരക്ഷണയും ഒക്കെയാണല്ലോ നമുക്കും ദൈവത്തിൻ്റെ അടുക്കലായിരിക്കുമ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സുരക്ഷിതത്വം,
നമുക്ക് ഓർക്കാം. അതുപോലെ ദൈവം നമ്മുടെ കരങ്ങളെ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് എത്ര വലിയ സുരക്ഷിതത്വമാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം. ദൈവത്തിൻ്റെ ശക്തിയുള്ള കരം തൻ്റെ സൃഷ്ടിയിൽ പ്രവർത്തിച്ച് നമുക്കറിയാം. ദൈവത്തിൻ്റെ കൈവേലയാണല്ലോ ആകാശവിധാനം എന്ന് പറയുന്നത്. എത്ര ശക്തിയോടെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ തൻ്റെ കൈകളുടെ പ്രവർത്തനം നടത്തിയെന്ന് നമുക്ക് ഓർക്കാം. ആ മൃദുവായ കരം നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ സ്വസ്ഥതയുടെ വെള്ളത്തിനരികത്തേക്ക് നടത്തിയെന്ന് നമുക്ക് ഓർക്കാം. കാൽവരി ക്രൂശിലെ ആ തുളയ്ക്കപ്പെട്ട കൈകളെ നമുക്ക് ഓർക്കാം. നമുക്ക് നൽകുന്ന രക്ഷയാണല്ലോ അത് സൂചിപ്പിക്കുന്നത്. എത്ര വലിയ സുരക്ഷിതത്വമാണല്ലേ. അപ്പോൾ ദൈവം ഇമ്മാനുവേലാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവൻ നമ്മുടെ കൂടെ ഇരിക്കുന്നവനാണ്. ആ ഒരു ചിന്ത ഈ രാവിലെ സമയത്ത് നമ്മളെ ഭരിക്കട്ടെ. വീണ്ടും നമ്മളിവിടെ കാണുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ആലോചനകളിലൂടെ ഉള്ള നടത്തിപ്പാണ്. അവിടെ നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് അറിയുന്ന ദൈവമാണെന്ന് നമുക്കറിയാമല്ലോ. അമ്മയുടെ ഗർഭം മുതൽ അവിടുന്ന് നമ്മളെ അറിയുന്നുണ്ട്. അതുപോലെ നാം എങ്ങനെ ജീവിക്കണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നു. അതുപോലെ ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ഹിതം എങ്ങനെയാണ് അതുപോലെ ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. ദൈവത്തിൻ്റെ ആലോചന നമ്മളിലേക്ക് വരുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയും പ്രാർത്ഥനയോടെയാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന മുഴുവൻ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ജീവിക്കാൻ ദൈവം നമ്മളെ ഈ ദിവസവും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാമല്ലോ. ഒരു വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണെന്ന് നമുക്കറിയാം. സ്വർഗത്തിൻ്റെ വില എത്ര വലിയതാണ്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് അത് മുഴുവനും കൊടുത്തു കഴിഞ്ഞു എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഇന്ന് രക്ഷയ്ക്ക് വേണ്ടി നമ്മളാരും അധ്വാനിക്കുന്നില്ല. അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നു എന്നുള്ള കാര്യം നമുക്ക് ഈ സമയത്ത് ഓർക്കാം. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തം നമുക്ക് പിന്നെ ഓർക്കാം. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെയും വന്ന് ഞാനിരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് വന്ന് നിങ്ങളെ ചേർത്തുള്ളൂ എന്ന് പറഞ്ഞ വാഗ്ദത്തം നമുക്ക് ഈ സമയത്ത് ഓർക്കുന്നത് എത്ര അനുഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് വാക്ക് പറഞ്ഞവന് വിശ്വസ്തൻ, അവന് നമ്മളെ ആ വാക്ക് തെറ്റാതെ മാറാതെ വിശ്വസ്തയോടെ നമ്മളെ അത് നിവർത്തിക്കുന്ന ദൈവമാണ് നമുക്ക് ഓർക്കാം. കർത്താവ് അവിടെ തീർന്നില്ല. 17-ാം അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്കും കർത്താവ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ 24-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുക കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നയിടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു എന്നുള്ള ആ പ്രാർത്ഥന. അതൊരു പക്ഷേ നമുക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാകത്തില്ല. എന്നാൽ ഞാൻ വിചാരിക്കുന്നു അത് നമുക്ക് നൽകുന്ന ഭാവി മഹത്വത്തെക്കുറിച്ചുള്ള സൂചന എത്ര വലുതാണ്. ഒരു മഹത്വം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ നമുക്കുണ്ട് എന്ന് നമുക്ക് ഓർക്കുന്നത് എത്ര നല്ലതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ദുഷ്ടകാലത്ത്, പ്രത്യേകിച്ച് ആരെയും ആദരിക്കാത്ത ഒരു ജനതയുടെ കാലത്ത് മാത്രമല്ല, അങ്ങനെ ദുഷ്ടന്മാരും ക്രൂരന്മാരുമായിട്ട് ഭരിക്കുന്ന നേതൃത്വങ്ങളുള്ള ഈ കാലത്ത് കുഞ്ഞു കുട്ടികളെ പോലും ഉപദ്രവിക്കുന്ന, നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ചെയ്യുന്ന, പീഡിപ്പിക്കുന്ന, ഉപദ്രവിക്കുന്ന അങ്ങനെയുള്ള ആളുകളുടെ മധ്യേ വസിക്കുന്ന നമുക്ക് ദൈവം നല്ലവനാണ് എന്നുള്ള ചിന്ത എത്ര ആശ്വാസം നൽകുന്ന ചിന്തയാണ്. ദൈവം നല്ലവനായതുകൊണ്ടല്ലേ നമുക്ക് നിർഭയം എന്ന് ഞാൻ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നിർഭയം തന്നെയാണ് വസിക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം നല്ലവനാണ് എന്ന ചിന്ത വീണ്ടും നമുക്ക് ആശ്വാസകരമായ ചിന്തയായിട്ടിരിക്കുന്നല്ലോ. വിശ്വാസികളായ നമുക്ക് ദൈവം നേരുള്ളവനല്ലെങ്കിൽ പിന്നെ ആർക്കാണ് ദൈവം നേരുള്ളവരായിട്ടായിരിക്കുന്നത്? എന്നാൽ ശേഷമുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ചില നെഗറ്റീവ്സ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 9, 10, 11, 12 വാക്യങ്ങൾ വരെ അങ്ങനെ ഉള്ള നെഗറ്റീവ്സിനെ കാണാം. സങ്കീർത്തനക്കാരന് കാല് വഴുതുന്നു, തനിക്ക് അസൂയ തോന്നുന്നു എന്നൊക്കെ പറയുകയാണ്. എന്തുകൊണ്ടായിരിക്കാം കാല് വഴുതുന്നത്? ഞാൻ വിചാരിക്കുന്നു സങ്കീർത്തനക്കാരൻ്റെ കാല് വഴുതുവാനും ഒക്കെയുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തെ നോക്കിയ സങ്കീർത്തനക്കാരൻ തൊട്ട് താഴ്ത്ത വാക്യത്തിൽ മറ്റുള്ള ആളുടെ നോക്കുന്നത് പറയുന്നുണ്ട്. എന്നാൽ എന്താണ്, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് ദുഷ്ടന്മാരെ അവന് നോക്കിയത്. കർത്താവിനെ നോക്കിക്കൊണ്ടിരുന്ന ആസാഫ് ദുഷ്ടന്മാരെ നോക്കി. നമുക്കറിയാമല്ലോ, ദുഷ്ടന്മാരെ നോക്കിയാൽ എങ്ങനെയാണ് നമുക്ക് ആശ്വാസം ലഭിക്കുക? നമ്മുടെ കാലുകൾ എങ്ങനെ വഴുതാതെ ഇരിക്കും? കർത്താവെങ്കിലും നോട്ടം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം, ആസാഫിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നോട്ടത്തിൻ്റെ പ്രശ്നമാണ്. നോട്ടം ശരിയായില്ല. നോക്കേണ്ടിടത്തല്ല നോക്കിയത്. നോട്ടം തെറ്റായ ഇടത്തേക്കായിപ്പോയി. നമ്മുടെ നോട്ടവും അങ്ങനെ തന്നെയാണ്. ഏതൊരു വ്യക്തിയും നോട്ടം കർത്താവിൽ നിന്ന് മാറ്റുമ്പോൾ അവർക്കെല്ലാം പരാജയങ്ങൾ സംഭവിക്കും. നമുക്കറിയാം, കർത്താവിനോട് കൂടെ നടന്ന കർത്താവിൻ്റെ അപ്പോസ്തലൻ പത്രോസ്, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. പത്രോസ് കൂട്ടരും അവർ ശിഷ്യന്മാരെല്ലാം കൂടെ ചേർന്ന് അങ്ങനെ തോണി തുഴഞ്ഞ്, വഞ്ചി തുഴഞ്ഞ് അവർ പോവുകയാണ്. യാത്രയുടെ 4-ാം യാമത്തിൽ ഏറെ കഷ്ടപ്പെടുകയാണ്. കർത്താവ് അവരുടെ അടുക്കിലേക്ക് വരുന്നു. പിന്നീട് നടന്ന കാര്യം അറിയാമല്ലോ. പത്രോസ് കർത്താവിൻ്റെ ആഹ്വാനം അനുസരിച്ച് ഇറങ്ങി നടക്കുകയാണ്, വെള്ളത്തിലൂടെ ഇറങ്ങി നടക്കുകയാണ്. കർത്താവിനെ നോക്കി നടന്ന സമയത്തൊന്നും പത്രോസ് മുങ്ങി തന്നു പോയില്ല. നേരെ മറിച്ച് നോട്ടം കർത്താവിൽ നിന്ന് മാറ്റി ചുറ്റുപാട് നോക്കി, കാറ്റ് കണ്ടു, കോള് കണ്ടു, തിര കണ്ടു. അപ്പോൾ പത്രോസ് മുങ്ങി താഴാതെ പോയി.
കർത്താവിൽ നിന്ന് ദൃഷ്ടി മാറ്റുമ്പോഴാണ് നമുക്ക് ഈ പരാജയങ്ങൾ നമ്മൾ മുങ്ങിത്താഴുന്നത്. നമ്മുടെ നോട്ടം കർത്താവിൽ നിന്ന് മാറ്റുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് നോട്ടം കർത്താവിൽ നിന്ന് മാറ്റി എല്ലാവർക്കും തെറ്റുപറ്റിയിട്ട് നമുക്ക് ഓർക്കുന്നത് നല്ലതാണ്. ഈ സമയത്ത് നമ്മുടെ നോട്ടം എവിടെയാണെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ രാവിലെ സമയത്ത് നമുക്ക് ചിന്തിക്കാം, നമ്മുടെ നോട്ടം മാറുന്നുണ്ടെങ്കിൽ തിരിച്ച് കർത്താവിൽ നോക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം, ഉത്സാഹിക്കാം. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. അതുപോലെ കർത്താവിനെ നോക്കി നടന്ന ഏതെങ്കിലും സമയത്ത് നമുക്ക് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാകില്ല. കർത്താവിനെ നോക്കി അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് നമ്മൾ വായിക്കുന്നത് വെറുതെ അല്ലല്ലോ. കർത്താവിനെ നോക്കി നടന്ന ഒരു സമയത്ത് നമുക്ക് ഒരു പരാജയവും സംഭവിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിൻ്റെ മുഖത്ത് നിന്ന് നമ്മുടെ നോട്ടങ്ങളെ മാറ്റിയ സമയത്ത് മാത്രമാണ് എന്ന് നമുക്ക് ഈ സമയത്ത് ചിന്തിക്കാം. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം നോട്ടത്തിൻ്റെ പ്രശ്നമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. പിന്നെ പറയുന്നത്, മറ്റുള്ള ആളുകളെ കുറിച്ച് നോക്കിയിട്ട് ആസാഫ് പറയുന്നു, അവർക്ക് സുഖമായിരിക്കുന്നത്, അവർക്ക് ദേഹം തടിച്ചിരിക്കുന്നത് ഒക്കെ നന്മയാണ് എന്നാണ്. അപ്പം മറ്റുള്ള ആൾക്ക് വരുന്ന നന്മ കണ്ട് ഇവിടെ ദൈവഭക്തനായിരിക്കുന്ന ആസാവിന് അസൂയ തോന്നുകയാണ്, അല്ലേ? അസൂയ തോന്നേണ്ട വല്ല കാര്യമുണ്ടോ? കർത്താവിൽ നിന്ന് മോഹം മാറ്റിയാൽ നമ്മുടെ ഹൃദയത്തിൽ നിറയാത്ത നെഗറ്റീവ്സ് ഒന്നും ഒന്നും കാണത്തില്ല. അസൂയ വരും, പിന്നെ ബാക്കിയുള്ള നെഗറ്റീവ്സൊക്കെ അതോട് ചേർന്ന് വരാം. ഇവിടെ പ്രത്യേകം എടുത്ത് പറയട്ടില്ല അതൊന്നും, പക്ഷേ എല്ലാ നെഗറ്റീവ്സും വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ദുഷ്ടന്മാരായിരിക്കുന്ന ആളുകൾ തടിച്ച് കൊഴുക്കുന്നതും ഒക്കെയാണ്. അവർക്കുള്ള നന്മയെക്കുറിച്ച് കാണും. വേറെ തന്നെ പറഞ്ഞാൽ ഭൗതിക സമൃദ്ധിയെക്കുറിച്ച് കാണും. അവർക്ക് ധാരാളം ഭൗതിക സമൃദ്ധിയുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഈ സങ്കീർത്തനക്കാരൊന്ന് റെക്കൺസൈൽ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതെങ്ങനെയൊന്ന് കണക്ട് ചെയ്യണം, ഇതെങ്ങനെയൊന്ന് മനസ്സിലാക്കണമെന്ന് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെക്കുറിച്ച് അവസാനം ഇത് മനസ്സിലാക്കാനായിട്ട് ആസാഫ് ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ ചെന്നു. അപ്പോൾ മനസ്സിലായി അവരൊക്കെയും വഴുവഴുപ്പിൽ നിൽക്കുന്നു. സ്ലിപ്പറി പ്ലേസസ് നമുക്കറിയാം. സ്ലിപ്പ് ചെയ്യുന്ന വഴുവഴുപ്പുള്ള പായലുള്ള സ്ഥലത്ത് നിൽക്കുന്ന എത്ര അപകടകരമാണ് നമുക്കറിയാം, അല്ലേ? ഒരുപക്ഷെ നിൽക്കാൻ സാധിച്ചേക്കാം, പക്ഷേ അവിടെ നിന്നൊരു കാല് പറിക്കണമെങ്കിൽ പ്രയാസമാണ്. കാല് പറിച്ചാൽ വീഴുമെന്ന് നമുക്കറിയാം. എപ്പോൾ വീഴുമെന്ന് ചോദിച്ചാൽ മതി. അപ്പം അങ്ങനെയാണ് ആസാവ് പറഞ്ഞതേക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. അവരൊക്കെയും വഴുവഴുപ്പിൽ നിൽക്കുന്നു നിശ്ചയമായിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അപ്പാരൻ്റ് ബ്ലെസ്സിങ്, ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പാരൻ്റ് ബ്ലെസ്സിങ്, കാഴ്ചയിൽ അല്ലെങ്കിൽ പ്രത്യക്ഷതയിലുള്ള നന്മ എന്ന് പറയുന്നത് ദൈവാനുഗ്രഹമാണോ? പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ആണെന്നാണ്. ഞാൻ പറയട്ടെ, അങ്ങനെയല്ല. അപ്പാരൻ്റ് ബ്ലെസ്സിങ് അഥവാ പ്രത്യക്ഷതയിലുള്ള നന്മകൾ, അത് സാമ്പത്തിക നന്മ ആയിക്കൊള്ളട്ടെ, മറ്റ് ജോലി ആയിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ മെച്ചമായ ആരോഗ്യമാകട്ടെ, ഇതെല്ലാം അതിൽ തന്നെ മോശമായ കാര്യമൊന്നുമില്ലൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ദുഷ്ടന്മാർക്ക് വരുന്ന ഈ കാര്യങ്ങൾ, ഈ അപ്പാരൻ്റ് ബ്ലെസ്സിങ് അഥവാ പ്രത്യക്ഷമായിട്ടുള്ള നന്മ എന്ന് പറയുന്നത് അത് അവരുടെ ദൈവാനുഗ്രഹത്തിൻ്റെ അളവ് പോലൊന്നും അല്ല കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിച്ച് പോയത് ആസാഫിനെ പറ്റി പ്രശ്നം. നമുക്ക് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യത. ഞാൻ പറയട്ടെ, അങ്ങനെ അല്ല എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് വറിയിടാകേണ്ട, അസൂയ ഉണ്ടാകേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. അവരുടെ ഭൗതിക ശരീരത്തിലെ നന്മ അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രത്യക്ഷ അടയാളമാണ് എന്നൊന്നും പറയേണ്ട ആവശ്യം നമുക്കില്ല എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അതേക്കുറിച്ച് ഓർത്ത് നമ്മൾ നിരാശരായി പോകേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വീണ്ടും നമുക്ക് ചിന്തിച്ചാൽ, ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട, അതിനുവേണ്ടി കഷ്ടവും ത്യാഗവും സഹിച്ച് ഒക്കെ ജീവിക്കുന്നത് കൊണ്ട് വല്ല അർത്ഥവുമുണ്ടോ? അതനുസരിച്ച് ജീവിക്കുന്നതിന് വല്ല അർത്ഥമുണ്ടോ? ഇത് പ്രത്യേകിച്ച് ദൈവത്തെ മാനിക്കാത്ത ആളുകളെക്കുറിച്ച്, ദുഷ്ടന്മാരെക്കുറിച്ച് ഒക്കെ അങ്ങനെ സമൃദ്ധി വെച്ചൊക്കെ ഇരിക്കുമ്പോൾ എങ്ങനെയാണിത് മനസ്സിലാക്കേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ച് വന്ന ചിന്തയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവത്തിൻ്റെ സന്നിധി ചെന്നപ്പോഴാണ് ആസാഫിനെന്ന് മനസ്സിലായത്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, സങ്കീർണതകളെ, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളെയൊക്കെ മിക്കവാറും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന കൂടാതെ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന എപ്പോഴും നമുക്ക് ഒരു മാർഗ്ഗദൈവമായിട്ടിരിക്കാൻ ആവശ്യമുണ്ട്. ഒരുപക്ഷെ തൻ്റെ ജീവിതം തന്നെ നഷ്ടമായി പോയി എന്നുള്ള തോന്നൽ ഉള്ള ആളുകളുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അങ്ങനെ വിചാരിക്കാൻ ഇനിയും സമയമായിട്ടില്ല. അതിനുള്ള സമയം ഇനിയും ആയിട്ടില്ല. ദൈവം നമ്മുടെ കൈക്ക് പിടിച്ചിരിക്കുന്ന ഇപ്പോഴും ദൈവം വിട്ടിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇപ്പോഴും നമ്മുടെ കൈ ആരുടെ കയ്യിലാണ് ഉള്ളത്? ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മുടെ കൈ ഉള്ളത് എന്ന് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയുന്നതൊക്കെ വെറുതെയായി പോയല്ലോ എന്ന് ചിന്തിച്ചത് എത്ര അർത്ഥശൂന്യമായ ചിന്തയാണ്. അതെങ്ങനെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും? ദൈവം അവർക്ക് വെച്ചിരിക്കുന്ന അന്തം എന്താണെന്ന് ആസാഫിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ താൻ അതേക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് മാറ്റി. ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവ്,
ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ അല്പം താമസം വന്നു പോയതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതാണ് നമ്മൾ നമ്മുടെ കാഴ്ചപ്പാട് ചിന്തിക്കുകയല്ല വേണ്ടത്, ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ആവശ്യമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാട് എന്ത് തന്നെയായാലും ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് മാറുന്നില്ല എന്നുള്ളത് നമുക്ക് ഓർക്കാം. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഒരു ദൂരെയുള്ളൊരു മല നമ്മളൊരു പ്രത്യേക ഒരു പ്രത്യേക സ്ഥലത്ത് നോക്കുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഈ സ്റ്റേജിൻ്റെ ഇവിടെയുള്ള ഒരു നല്ലൊരു പിക്ചർ ഉണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മൾ ഈ ഹോളിൻ്റെ അങ്ങേയറ്റം നോക്കുന്നു. നേരെ മറിച്ച് കുറച്ചുകൂടെ പുറകോട്ട് മാറിയോ കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് നോക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം നോക്കിയ മല കുറച്ച് ദൂരെ നിന്നോ ഒന്ന് മാറി പുറകെ നിന്നോ അടുത്ത് വന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം കണ്ട കാഴ്ചയായിരിക്കില്ല പിന്നീട് രണ്ടാമത് നോക്കി കാണുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയുടെ ദൂരം മാറുന്നതിനനുസരിച്ച് ഇവിടെയുള്ള പിക്ചറിലോ അല്ലെങ്കിൽ ആ ദൂരെ കണ്ട മലയിലോ ഉള്ള വസ്തുതകളൊന്നും മാറുന്നില്ല, അതെല്ലാം അവിടെ തന്നെയുണ്ട്. നമ്മൾ കണ്ട കാര്യങ്ങൾ മാറുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ? നമ്മുടെ നോട്ടത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് മാറി, നമ്മുടെ പെർസ്പെക്റ്റീവ് മാറി. ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവിന് ഒരിക്കലും മാറ്റമൊന്നും വരുന്നില്ല കേട്ടോ. അവിടെ ഉള്ള കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. അത് നമുക്ക് പ്രത്യേകം ഓർക്കാം. നമ്മുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. ഞാൻ പറയട്ടെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടോട് ചേർത്ത് വെക്കാം. അതാണ് നമുക്ക് നല്ലത്. അതാണ് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൈകളെ കുറ്റമില്ലായ്മ കഴുകുന്നത് വല്ല തെറ്റുമുണ്ടോ? ഒരു തെറ്റുമില്ല. അതേക്കുറിച്ച് സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യവുമില്ല. എപ്പോഴും നമ്മുടെ കൈകൾ ശുദ്ധമായിട്ടിരിക്കട്ടെ, നമ്മുടെ ഹൃദയം നിർമ്മലമായിട്ട് തന്നെ ഇരിക്കട്ടെ. അതല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയവും കൈകളും ഒക്കെ ശുദ്ധമായിട്ടിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഇതുവരെ നമ്മൾ ശുദ്ധീകരിച്ച് നിർത്തിയെങ്കിൽ ഇനിയും അങ്ങനെ നിർത്താം. ഇത്രയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ കാലം വരെ നമ്മൾ എത്തിയല്ലോ. നമുക്ക് ഇത്രയും ശുദ്ധീകരണം സാധിച്ചെങ്കിൽ ഇനിയും അങ്ങനെ തന്നെ ശുദ്ധിയുള്ള കരങ്ങളും വെടുപ്പുള്ള കൈകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും സങ്കീർത്തനക്കാരൻ അതിൻ്റെ 24-ാം വാക്യത്തിൽ പറയും, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. അപ്പോൾ ഈ പിന്നത്തേതിൽ എന്ന് പറഞ്ഞത് എപ്പോഴാണ്? നമ്മുടെ മരണാനന്തരമുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതെപ്പോഴാണ് ഈ വെളിച്ചം സങ്കീർത്തനക്കാരന് കിട്ടുന്നത്? താനൊരു വലിയ ഡിപ്രഷൻ്റെ അനുഭവത്തിലൂടെ വിഷാദത്തിൻ്റെ അനുഭവത്തിൽ കടന്നുപോയി അതിന് ശേഷം കിട്ടുന്ന ഒരു തിരിച്ചറിവാണിത്. ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ കിട്ടിയ ഒരു തിരിച്ചറിവാണിത്. അപ്പോൾ അതാണ് പറഞ്ഞത്, തൻ്റെ വിഷാദാവസ്ഥയ്ക്ക് ഒരു പൂർണ്ണ വിരാമം കൂടിയായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ വിഷാദത്തെ അതിജീവിച്ചു വന്ന ആസാവ് പറഞ്ഞ പ്രസ്താവന നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, ദൈവത്തിൻ്റെ കരം പിടിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ പിന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് അത് മഹത്വപൂർണമായ ഒരു അവസ്ഥയാണ് എന്ന് ആണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയട്ടെ, കണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയട്ടെ. ദൈവം എന്നെ പിടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഈ സംഗീതം വായിക്കുമ്പോൾ ഓർക്കാൻ സാധിക്കും. അത് ദുഷ്ടനെ സംബന്ധിച്ചുള്ള അവൻ ദുഷ്ടത പ്രവർത്തിക്കും, അവന് ധാരാളം ധനസമൃദ്ധിയുണ്ട്, അല്ലെങ്കിൽ അപ്പാരൻ്റ് ബ്ലെസ്സിങ്സ് ധാരാളമുണ്ട്. എന്നാൽ ദൈവം കൈക്ക് പിടിച്ചിരിക്കുന്ന ഒരു അനുഭവം ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമേ അവകാശമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പറയാം. രണ്ടാമത് ഇവിടുന്ന് കാണാൻ കഴിയുന്ന കാര്യം, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിലും മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും എന്ന് പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഉറപ്പുള്ളൊരു കാര്യം, നമുക്ക് ഉറപ്പുള്ള കാര്യമുണ്ട്. അതായത് നാം കർത്താവിനോട് കൂടെ ആയിരിക്കും എന്നുള്ള വസ്തുതയെക്കുറിച്ച് നമുക്ക് നല്ല ഉറപ്പുണ്ട്. വീണ്ടും ദുഷ്ടന്മാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ധനം, റിച്ചസ് ഒക്കെ ധാരാളം ഉണ്ടായേക്കാം. എന്നാൽ ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ ലോകത്തിൽ അത്ര സമ്പന്നരല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നിത്യതയിൽ ധാരാളം റിച്ചസ് ഉണ്ടാകാനുള്ള സാധ്യത, അതിനുള്ള വലിയ സാധ്യത ഇവിടെ ഉണ്ട്. അവർ ഈ ദൈവത്തെ മാനിച്ചൊക്കെ ജീവിച്ചാൽ നിശ്ചയമായിട്ടും അതിനുള്ള സാധ്യതയുണ്ട്. അനേക ആളുകൾക്ക് ഇവിടെ റിച്ചസ് ഉണ്ടാക്കാം, അങ്ങ് ചെല്ലുമ്പോൾ നിത്യതയിൽ അത്ര തന്നെ റിച്ചസ് ഉണ്ടാകാനുള്ള ഇല്ലാത്തവരായി മാറാനും ഉള്ള സാധ്യതയുണ്ട്. 26-ാം വാക്യം ഞാൻ ഒന്ന് വായിക്കട്ടെ. എൻ്റെ മാംസവും ഹൃദയവും ഇങ്ങനെ ക്ഷയിച്ചു പോകുന്നു, ദൈവവും എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമുക്കുള്ള സാധ്യതയെ നമുക്ക് ഓർക്കാം. ദൈവം നമ്മെ എല്ലാ ഘട്ടത്തിലും, യൗവനത്തിലും, മധ്യവയസ്സിലും വാർദ്ധക്യത്തിലും എല്ലാം നമ്മളെ സഹായിക്കുന്നവനാണ് എന്ന് നമുക്ക് ഓർക്കാം. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിൻ്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ദൈവത്തെ തൻ്റെ ആക്കിയിരിക്കുന്ന മനുഷ്യന് വാസ്തവത്തിൽ ഭയപ്പെടുവാനായിട്ട് പിന്നെ ഒന്നുമില്ല എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രാവിലെ സമയത്ത് നമുക്ക് ഓർക്കാം, കേവലം ദുഷ്ടന്മാർക്കൊന്ന നന്മയെ കണ്ട് സങ്കടപ്പെട്ട് വ്യസനിച്ച് അസൂയപ്പെട്ടു പോകുന്ന ഒരു ആസാഫിനല്ല അത് കാണേണ്ടത്. മറിച്ച് ആ സങ്കടങ്ങളിലൂടെ ആ അവസരം കടന്നുപോയ ആസാഫ് പഠിച്ച പാഠങ്ങൾ, നമുക്ക് നല്ല ചിന്തകൾ നമുക്ക് ഓർക്കാൻ ആവശ്യമായിട്ടുണ്ട്.
വരാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാം. ദൈവം നമ്മുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന ഉറപ്പുള്ള ആ പിടുത്തത്തെ നമുക്ക് ഓർക്കാം. നമ്മളെ അവൻ്റെ സന്നിധിയിൽ സമീപത്ത് ചേർത്ത് നിർത്തിയിരിക്കുന്ന നമുക്ക് ഓർക്കാം. ഇതെല്ലാം നമ്മളെ മുന്നോട്ട് നയിക്കാൻ ധാരാളം സഹായമായ കാര്യമാണല്ലോ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാ മഹത്വവും പുകഴ്ചയും ദൈവത്തിന് മാത്രം ഇരിക്കട്ടെ. ആമേൻ.